ഓരോ വിവാഹവും അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതുമല്ല. ഓരോ കല്യാണങ്ങളും അത് സ്വർഗത്ത് വെച്ച് നടക്കുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ. കാരണം അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മളെ കാണുന്ന, നമ്മളെ വളർത്തുന്ന നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വെഡ്ഡിങ്ങിന് ഞാൻ ആ ഒരു വേയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മയിൽ കൂടി കാണാം, അമ്മയുടെ കാഴ്ചപ്പാടിൽ കൂടെ കാണാം. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ്, ഇന്ന് നിങ്ങളുടെ സ്വന്തം തിരുവനന്തപുരത്ത്. ഞാൻ ഇന്നൊരു ഹാപ്പി ബ്രൈഡിൻ്റെ ടൂറിലോട്ട് പോവാം. എന്താണ് വിശേഷം? രാവിലെ അമ്പലത്തിൽ പോയാ? എവിടെ പോയത്? ഈ സമയം പറഞ്ഞില്ല, പത്മനാഭനെ തൊഴുതിട്ട് വേണം തുടങ്ങാൻ. ദീർഘസുമംഗലി ഭാവ സാധാരണ ഒരുക്കി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഉറപ്പായിട്ടും. കാര്യം നമ്മളിപ്പോ ഒരേ കളർ നോക്കാം, കണ്ണടി കൂടെ നോക്കിയപ്പോഴേ അത് കാണുന്നത്. സത്യത്തിൽ ഒരുപാട് പേര് നമുക്ക് സാരി ഇങ്ങനെ ഫോട്ടോസൊക്കെ അയക്കും. ബട്ട് അത് എനിക്ക് നേരിട്ട് കാണുമ്പോഴാണ് എനിക്ക് അതൊരു ഫീൽ കിട്ടുന്നത്. ബ്ലൗസ് എവിടുന്ന? സ്വപ്നമന്ത്ര. സാരി കാഞ്ചീപുരം. ബാദുഷ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ സാരി എടുക്കുമ്പോ എനിക്ക് അയച്ചു തരുന്നത്. ഓരോ സാധനവും ഓരോ പീസ് എടുക്കുമ്പോഴും ചേട്ടാ ഓക്കെ അല്ലേ, ചേട്ടാ ഇത് വേണോ അത് വേണോ, ഞാൻ വന്ന് വാങ്ങിച്ച കണക്കാണ്. അതെ ലൈവിൽ ഇരുന്ന് എല്ലാം നിന്റെ കംപ്ലീറ്റ് ഫുൾ ലുക്ക് എല്ലാം, ഒരു ചെറിയ കമ്മല് വരെ സ്വർണ്ണം എടുത്തപ്പോ തൊട്ടേ. ഇത് സ്വപ്നമന്ത്ര എറണാകുളം അല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ മെയിൻ റീസൺ ഇതിലൊരു താമര. അതിഷ്ടാവുമല്ലോ. പിന്നെ ഇതിനകത്ത് എന്താ, ശംഖ് ചക്രം അല്ലേ? ശംഖും ചക്രം, അത് അമ്മയുടെ ഐഡിയ. ലെഫ്റ്റ് ശംഖും റൈറ്റ് ചക്രം. അത് സ്വപ്ന ചേച്ചിയും പറഞ്ഞു, അവര് ചക്രം ചെയ്തിട്ടുണ്ട്, അല്ല ശംഖ് ചെയ്തിട്ടുണ്ട്, ചക്രം അവര് ഇതുവരെയും ചെയ്തിട്ടില്ല. എന്താണ് ഈ ശംഖ് ചക്രം, എന്തുകൊണ്ടാണ് അതങ്ങനെ? പത്മനാഭന്റെ അതന്നെ, രോഹിണി നക്ഷത്രങ്ങളായോണ്ട്. അതെ രോഹിണി, അതുകൊണ്ട് അങ്ങനെ. രോഹിണി ആണുങ്ങളാണെങ്കിൽ നല്ല പഞ്ചാരയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവല്ലോ, ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് തന്നെ ശംഖ് ചക്രം വെച്ച് താമരയും ഉണ്ട്, എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കല്യാണ ലുക്കിന് പോകുന്നത്. സോ അടിപൊളി. എനിക്ക് ഹൈസന്തിനെ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് എൻ്റെ ടെൻഷനും എല്ലാം ഓൾ സെറ്റാണ്. കാണുന്നവരെ എനിക്കൊരു വെപ്രാളം ഉണ്ടായിരുന്നു, അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഓക്കെ ആയി. ഭയങ്കര കൂളായിരുന്നു. ആണോ? എനിക്ക് അതിനും നമ്മുടെ മറ്റേ ഫംഗ്ഷനും ചേട്ടൻ വന്നില്ലല്ലോ എന്നൊരു ഇതായിരുന്നു. ഇന്നലെ ഞങ്ങൾ പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് ഇന്നലെ വെച്ച, കാരണം ഇതെല്ലാം വിത്ത് മേക്കപ്പ് നമ്മൾ കുനിഞ്ഞും നൂറ്റുന്നത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട്. നല്ല കാര്യമാണ് എല്ലാ ബ്രൈഡ്സിനടുത്തും. അമ്മയുടെ ഐഡിയ. അമ്മ പറഞ്ഞു, ഇത്രയും കൊണ്ട് ഞാനും വികാസമൊക്കെ കഷ്ടപ്പെട്ടിട്ട് നീ നാളെ ഈ ലുക്കിൽ നീ ഇങ്ങനെ ഇതാവണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല നിനക്ക് ഇത്ര സ്വർണ്ണം ഉള്ളപ്പോഴേ അതിട്ട് കുനിയാൻ പറ്റത്തില്ല. അമ്മേനെ മാത്രം ബാക്കി വെച്ചു. അതത്രേ ഉള്ളൂ. എൻ്റെ അമ്മ അവരുടെ ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ശരത്ത് വന്നിട്ട് ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞു, ഭയങ്കര അടിപൊളിയായിരുന്നു, വൈബായിരുന്നു അവരുടെ കൂടെ. ആശ സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? എന്നോട് വന്നാൽ മിണ്ടാപ്പൂച്ചയാണോ? അമ്മയുടെ മാത്രല്ല എന്റെയും. ഞാൻ ആദ്യം ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോ ഞങ്ങള് ഫസ്റ്റ് പറഞ്ഞ ഒന്നും ഗോൾഡ് പോലും ഫസ്റ്റ് നോക്കണ്ട, വികാസിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചത് ചേട്ടനെ. നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു.
എനിക്കറിയാം അമ്മ ഇങ്ങനെ ഓരോ പോസ്റ്റുകൾക്കൊക്കെ എന്റെ പോസ്റ്റിനൊക്കെ ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ അത് ലൈക്ക് എടുക്കുമ്പോൾ എനിക്കറിയാം ഇത് അതിങ്ങനെ മോളുള്ള ഒരാളാണ്. അന്ന് എനിക്ക് ആദ്യം അതൊന്നും അറിയാം. അമ്മ ഇങ്ങനെ നോക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. പിന്നെ ദുർഗയുടെ ഓഫ് കോഴ്സ് ദുർഗയെ നല്ല ബന്ധമാണ്. ദുർഗയും പറയാറുണ്ട് പണ്ടേ ചേച്ചിയെ കുറിച്ച്. ദുർഗ വന്നില്ല, ഇന്ന് എത്തുമെന്നറിയില്ല. എത്തുമെന്നാണ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. പക്ഷെ ഹെൽത്ത് വൈസ് എത്തില്ല അറിയില്ല. നീ പാടുമല്ലോ ചെറുതായിട്ടൊക്കെ. ചേട്ടന് വേറെ കാര്യം അറിയോ? ഞാൻ കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സിനെ, മിക്ക സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഗേൾസ്, ഇവരെയൊക്കെ കല്യാണം വിളിച്ചപ്പോൾ അതില് കുറേ പേര് എന്നോട് ചോദിച്ചത് മേക്കപ്പ് ആരാ ഫസ്റ്റ്. അപ്പൊ ഞാൻ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പക്ഷെ സർപ്രൈസ് പൊളിഞ്ഞു. ചേട്ടനെ എന്റെ ഏതൊരു പോസ്റ്റർ ഒന്ന് കമന്റ് ചെയ്തപ്പോ അപ്പൊ അവളും ഫിക്സ് ചെയ്തു വികാസേട്ടൻ തന്നെ മേക്കപ്പ്. പക്ഷെ ബാക്കി കഴിഞ്ഞ ഫംഗ്ഷൻ ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഈ ബിഗ് ഡേ ചേട്ടൻ തന്നെ ആയിരിക്കും ഉറപ്പിച്ചിരിക്കുകയാണ് എല്ലാരും. ഫസ്റ്റിനോട് ചോദിച്ചത് കോസ്റ്റ്യൂം എവിടെ നിന്നാ എടുക്കുന്നതെന്നോ ഒന്നുമില്ല, കളർ ഏതാന്നോ, സാരിയുടെ കളറൊക്കെയാണ് മോസ്റ്റ് ഗേൾസ് ചോദിക്കാറ്. മേക്കപ്പ് ആരാ എന്ന് ഫസ്റ്റ് ചോദിച്ച ചോദ്യം. ഞങ്ങൾ രണ്ടുപേരുടെ അച്ഛന്മാര് ഒരേ വർഷം 1 മാസം വ്യത്യാസത്തിലാണ് മരിച്ചു പോകുന്നത്, സെയിം ഇയർ. അപ്പൊ അവിടെ ഒരമ്മ, ഇവിടെ ഒരമ്മ. അമ്മ കല്യാണമാണ്. അതെ, അമ്മ കല്യാണമാണ്. ഇതാണോ ലേറ്റസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ. അതെല്ലാം ഭംഗിയുണ്ട് വിളി കേൾക്കാൻ. താര തോമസ് വെറും താരാന്ന് പറയുമ്പോ എന്റെ മോള് ആരാന്ന് ചോദിക്കും. പക്ഷെ ചേട്ടൻ വിളിക്കുന്ന കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് കേൾക്കാൻ. താര തോമസ് ഇല്ല എല്ലാ പെൺപിള്ളേരും മറക്കുന്നില്ല. ഇഷ്ടായത് വരെ എന്തെങ്കിലും മനസ്സിലായി. ഞാൻ കണ്ണാടി നോക്കാതെ ഇറങ്ങും സാരി എടുത്ത്. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. മിറർ നോക്കാതെ ഇറങ്ങും. എനിക്ക് അമ്മയുടെ റിയാക്ഷനിൽ മനസ്സിലാവും എല്ലാം. അമ്മയാണ് കണ്ണാടി. ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത് 15/12/2015. അപ്പൊ 5 ഞങ്ങൾക്ക് ഭയങ്കര ലക്കി നമ്പറാണ്. ഞാൻ നോക്കിയെടുത്തതാണ് 25/5/25. ഹായ് ആനന്ദോ, കണ്ടിട്ട് കുറച്ചായി അല്ലേ? ഇത് നമ്മുടെ ഭൂമിക ബ്രൈഡൽ ജ്വല്ലറി ആണ്. അപ്പൊ അവരാണ് നമുക്ക് ഇന്ന് ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരുടെ ഒരു അപ്രൂവലും കൂടെ കിട്ടിയിട്ടുണ്ട്. കാര്യം ഇവര് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കുന്ന സമയത്തിന് ഇങ്ങനെ ഇതുപോലെ 2-3 ഓപ്ഷൻസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഇങ്ങനെ കുറെ റെന്റൽ കമ്പനികളെ എല്ലാ ബ്രൈഡും കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹായ് രഞ്ജിനി. അച്ഛൻ പോയ ശേഷം എല്ലാരും എനിക്ക് ഓർഡർ തരാൻ തുടങ്ങി. അങ്ങനെ എല്ലായിടും ബാംഗ്ലൂർ വരെ പോകുന്നുണ്ട്. ഓ ദാറ്റ്സ് നൈസ്. നല്ല വർക്ക് കേട്ടാ. ഞാൻ അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഗൗരിക്കും ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളും. ഹസ്ബൻഡ് പറഞ്ഞു ഇതുവരെ നീ ഹാപ്പി ആയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, വികാസ് ചേട്ടനാന്ന് വിളിച്ചത്. ഞാൻ മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടന. എനിക്കൊരു കസിന്റെ കല്യാണം ഉള്ള ടൈമിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളം ഫുള്ള് അയച്ചു കൊടുക്കാനും റെഡിയാണ് അല്ലേ? എല്ലാം അയച്ചു. ഇതാകുമ്പോ കുറച്ചും കൂടെ നേരം നമുക്ക് നേരം നിൽക്കും. അത് തുളസിയേക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവും. തുളസിയാണെന്ന് കണ്ടാൽ തോന്നുകയും ചെയ്യും അല്ലേ? ചില കാര്യങ്ങൾ സാരിയിൽ നോക്കിയിട്ട് ചെയ്തതാണ്. സാരിക്ക് നല്ല മാച്ചാണത്. എല്ലാ ഇവൾക്ക് ഉള്ള 2-3 സാരിക്കും മാച്ചാവും ഈ ഒരു കളറ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം മുല്ലപ്പൂ. അടിപൊളി 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 സിഗ്നേച്ചർ ഐറ്റം. മോളെ
ഗോൾഡ് എവിടുന്ന് AGD ഗോൾഡൻ ഡയമണ്ട് അല്ലേ? ഏത് ബ്രാഞ്ചിൽ നിന്ന് എടുത്തത്? കായംകുളം. എറണാകുളം, കായംകുളം, ചങ്ങനാശ്ശേരി. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അത് ഇവൾക്ക് കൊടുക്കും. ഓരോ പേരൻസിനും ഓരോ അവസ്ഥകളായിരിക്കും. ഇതുവരെ എനിക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ കൊടുത്തു. എൻ്റെ മകനെ പോലെ തന്നെയാണ് ഡെന്നീസ്. ഡെന്നീസിന്റെ ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതം ഞാൻ കൊടുത്തതിന്റെ കാരണം ഞാൻ എൻ്റെ മോളെ നോക്കിയതുപോലെ തന്നെ ഡെന്നീസ് നോക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വന്നതുകൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ സാരി ഉടുപ്പിച്ചത് ഇവരാ. അല്ല, എന്റെ കുറെ ബ്രൈഡുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവളുടെ പ്രോഫൈൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് വിളിക്കാം. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും നോക്കാം. എൻ്റെ മോൾക്ക് ഏറ്റവും സന്തോഷം എന്താണോ അത് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ കൊടുത്തു. ഇന്നിപ്പോ ഇത് വേറൊരാളിലേക്ക് എൻ്റെ മകളെ കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം, മോളുടെ അച്ഛൻ്റെ അനുഗ്രഹം, എല്ലാവരുടെ അനുഗ്രഹം അവളുടെ ഒപ്പം ഉണ്ട്. എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ. ഹായ് മിസ്റ്റർ പെരേര, how are you? അങ്ങോട്ട് നിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരാം. അവിടെ നിന്ന് അവിടെ തന്നെ അവിടെ സുന്ദരിയായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്റെ ഭാര്യ ഇത്ര സുന്ദരിയായിട്ട് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ സോറി, അതെനിക്ക് ഞാൻ വരാത്ത അതുകൊണ്ടല്ലേ എല്ലാമായിട്ട് ഇവിടെ നിന്ന് ചെയ്തോളാം. അറിയാം പിണക്കം കാണിച്ചു നേരത്തെ. ഞാൻ പറഞ്ഞു ചേച്ചി വന്നില്ല, ഞാൻ ഇപ്പൊ എല്ലാം പോയി. അല്ല, ആക്ച്വലി ഞാൻ പറയുന്നത് ചേച്ചി ഇത്രയും നാളും പ്രസവിച്ച് വളർത്തി ഈ ഒരു മൊമെന്റ് ഒരുക്കുന്ന കാണാനാണ്. അതാണ് ഏറ്റവും എനിക്ക് ഞാനേ വേറൊരു മേക്കപ്പ് മാൻ ആണെങ്കിൽ ഞാൻ രാവിലെ വന്നിരിക്കും. കാരണം എനിക്ക് ടെൻഷൻ, അതവിടെ ശരിയാവോ ഇതവിടെ ശരിയാവോ. ഞാൻ വികാസിന്റെ കാര്യത്തിൽ എന്തിനവിടെ വന്നിരിക്കുന്നു? എന്നേക്കാൾ ഉത്തരവാദിത്തത്തില് എന്നേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിൽ വിഷ്വൽ ചെയ്യുന്നതിനേക്കാൾ മേളിൽ തരുന്ന എനിക്ക് ഉറപ്പുണ്ട്. അത് വെറുമാക്കല്ല. പിന്നെ എനിക്ക് ഞാൻ എന്തിനോട് വന്നിരിക്കുന്ന ആ സമയത്ത് ഞാൻ വേറെ പണി നോക്കില്ല. എനിക്ക് കണ്ണാടി ഉണ്ട്, ഞാൻ കണ്ണാടി നോക്കാതെ ഞാൻ അങ്ങനെ പറഞ്ഞ മുഖം നോക്കി സാരി നോക്കിയില്ല. അതിശോക്തി പറഞ്ഞതൊന്നുമല്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന മോഡൽ വികാസം തന്നിരിക്കും. ഇല്ല, എനിക്ക് പണ്ട് മുതലേ ചേച്ചി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ലൈക്കൊക്കെ ഇടുമ്പോൾ ഞാൻ അപ്പഴും എനിക്ക് ഒരു മോളുണ്ട്. ഇത് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സാധനം. അല്ല, ഞാനും പറയാം അമ്പലം പോലെയാണ്, കൃഷ്ണന് ചുറ്റുമാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ജ്വല്ലറി ഇയാള് കൃഷ്ണന്റെ ആളാ നമ്മളെല്ലാവരും. മറ്റുള്ളവരൊക്കെ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തിയതുകൊണ്ട് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടെന്നാണ്. സ്പോയിലായി കുറുമ്പൊക്കെ ഉണ്ടെന്നാണ്. പിന്നെ എല്ലാ കാര്യത്തിലും വിമർശനങ്ങൾ സ്വാഭാവികമാണ് ലൈഫിൽ. ഡ്രീം ട്രൂ എന്ന ലെവലിലേക്ക് എത്തിച്ചു തന്ന എല്ലാവരോടും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ്. വികാസ് വന്നെത്തി ചോദിച്ചു ഞാൻ ലേറ്റ് ആയത് എന്താണെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ മകളെ ഞാൻ കുഞ്ഞുനാൾ മുതൽ സ്വപ്നം കണ്ട എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ വികാസിന് പറ്റും. ഞാൻ വികാസിൻ്റെ അടുത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ വിവാഹം ആലോചിച്ച നിമിഷം മുതൽ ഇന്ന് വരെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, അവളുടെ സഹോദരനെ പോലെ അവളെ കെയർ ചെയ്ത് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ വികാസ് നടത്തിക്കൊണ്ടിരുന്നു. അതിനും അതുപോലെ തന്നെ എനിക്ക് താങ്ക്സ് പറയേണ്ട ഒരാളാണ് എൻ്റെ കിങ്ങിണി ദുർഗാകൃഷ്ണ. പക്ഷെ ഇന്ന് അവൾ എനിക്ക് മിസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാണ്. അവൾ എൻ്റെ പൊന്നു മോളാണ്. അപ്പോൾ അവളും വികാസും ആണ് എൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇവിടെ എത്തിച്ചു തന്നത്. പിന്നെ എൻ്റെ പുറകിൽ കഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
അവരോടൊക്കെ പേര് പറഞ്ഞാൽ ഇപ്പൊ തീരില്ല. ഇത് എൻ്റെ ഒരു ബിഗ് ഡേ ആണ്, ബിഗ് ഡേ ആണ്. കാരണം 9 years ഓഫ് വെയിറ്റിംഗ് ഈ ദിവസത്തിന് വേണ്ടി. രണ്ടുപേരും, ഞാനും അവനും താലി കെട്ടുന്ന മൊമെന്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. സുഭയകുശല ചിരഞ്ജീവന പ്രസിദ്ധ മനിത മഞ്ജുളധര സുന്ദരേ. അയ്യോ എന്റെ നിങ്ങളുടെ മാർക്കൊക്കെ ഇഷ്ടമായ പിന്നെ